ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ഒരു കുക്കിംഗ് വീഡിയോ ഇടേ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് പുലാവ് വെച്ചാലോ, അതെങ്ങനെയാണ് വെക്കണേന്നൊന്ന് കണ്ടാലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. പുലാവ് വെക്കാൻ തന്നെ ആദ്യം ഒരു ഒണിയൻ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഗോൾഡ് ഷെയ്ഡ് ആക്കിയിട്ട് നെക്സ്റ്റ് നമ്മൾ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. കാര്യം പട്ട, അങ്ങനെ ജീരകം, അങ്ങനത്തെ കുറേ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. അതിച്ചിരി നല്ലോണം വഴളുമ്പോൾ നല്ലോണം വഴളാം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഹോൾ സ്പൈസസ് ഇച്ചിരി ഇട്ടാൽ മതി, അതായിരിക്കും നല്ലത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ നല്ല കുറേ ഇട്ട് നല്ല വഴറ്റുന്നത്. പിന്നെ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്ന ജിഞ്ചറും ഗാർലിക് പേസ്റ്റാണ്. ഞാൻ ഇടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റാക്കി ഇടാം. നിങ്ങളുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും നല്ലോണം ഒന്ന് കുക്ക് ചെയ്യണം. നല്ല വഴറ്റണ പോലെ നല്ലോണം അങ്ങ് വഴറ്റണം. നെക്സ്റ്റ് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലീസ് ഇട്ട് കൊടുക്കും. ഗ്രീൻ ചില്ലീസ് ഓക്കെ, ഇനി നമ്മൾ ഗ്രീൻ ചില്ലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം എരി ഇഷ്ടപ്പെടണോ അത്രത്തോളം ഇട്ടാൽ മതി. ഞാനൊരു 3 ഇട്ടു, 3-4 ഗ്രീൻ ചില്ലി. അതും നല്ലോണം ഒന്ന് ചതച്ച് പേസ്റ്റ് ആക്കിയിട്ടാണ്, നല്ല ചതച്ചിട്ടാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതും നല്ലോണം ഒന്ന് വഴണം. ബിക്കോസ് നല്ലോണം ഒരു പ്രോസസ്സാണ് ഇങ്ങനെ വഴറ്റുന്നത്. ആ പ്രോസസ്സ് നല്ലോണം കംപ്ലീറ്റ് ചെയ്യണം, ആ പ്രോസസ്സ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കേർഡാണ് ഇട്ട് എടുക്കുന്നത്, അതായത് യോഗേർട്ട്. ഒരു 2 സ്പൂൺസ് ഓഫ് കേർഡ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണും ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം സോൾട്ട് വേണോ അത്രത്തോളം സോൾട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ക്യൂബ്സ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് അങ്ങ് ചേർക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുരുമുളക് പൊടി നല്ലോണം ഇട്ട് നല്ല വഴറ്റണം. മീൻസ് ബ്ലാക്ക് പെപ്പർ ഇട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ട്, ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്. പിന്നെ നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കും. പ്രോൺസ് പുലാവാണല്ലോ, അപ്പോൾ പ്രോൺസ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ പ്രോൺസ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ മിൻറ്റും പിന്നെ മിൻറ്റും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നാലേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. മിൻറ്റും മല്ലിയില ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പോഴാണ് ഞാൻ മല്ലിയില ഇടുന്നത്. നല്ലോണം ഒന്ന് മിൻറ്റ് വഴച്ചിട്ട് പിന്നെയാണ് നമ്മൾ മല്ലിയില ഇടുന്നത്. അതായിരിക്കും കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി മസാല, പിന്നെ നമ്മൾക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഇടുന്നത്, അതുകൊണ്ട് റൈസാണ് ഇടുന്നത്. അതുകൊണ്ട് 2 കപ്സ് ഓഫ് വാട്ടർ ഞാൻ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഗ്ലാസ് റൈസ് നല്ലോണം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് വേവും വരെ നമുക്ക് നമ്മളുടെ കളർ ഉണ്ടാക്കാം. അതിനായി നമുക്ക് ആദ്യം തന്നെ മിൽക്ക് ഇച്ചിരി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇച്ചിരി ടർമറിക് പൗഡറും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇത് നല്ലൊരു പ്രോസസ്സാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം. ബിക്കോസ് നമുക്ക് നല്ല കളർ കിട്ടണം. ഞാൻ ഇച്ചിരി കളർ കിട്ടണം അതിന് വേണ്ടി. പിന്നെ നമ്മൾ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു ഇച്ചിരി സെക്കൻഡ്സ് നമുക്ക് ഇച്ചിരി വെച്ചൊന്ന് ഓവനിൽ വെച്ചൊന്ന് എടുക്കാം. അതാകുമ്പോൾ ഇച്ചിരി കളർ കൂടി കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ വയ്ക്കുമ്പോൾ കളർ കൂടിയാണ് കിട്ടുന്നത് ചൂടാകുമ്പോൾ. ഞാൻ വേറെ ഇതിലേക്ക് മാറ്റിയിട്ടാണ് എടുത്ത് വെച്ചത്. ഇനി നമുക്ക് റൈസ് ഇച്ചിരി ചൂടായതിന് ശേഷം ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കണം.
അപ്പോൾ ഇച്ചിരി നേരം വേവാൻ വെച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റിയും സൂപ്പറായിട്ടുള്ള നല്ല പ്രോൺസ് പുലാവ് റെഡിയാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിലേക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. ബൈ.